ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആൻഡ് കളർഫുൾ ആയിട്ടുള്ളൊരു ഫ്ലേവർ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഒരു കെമി പേപ്പർ എടുക്കുക. സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ പേപ്പർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പർ കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മുകളിലേക്കായി പിടിക്കുക. അതിന് ഓപ്പോസിറ്റുള്ള സൈഡിൽ നിന്ന് ഈക്വൽ ഹാഫായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം ഒരു പെൻസിലോ പെന്നോ ഉപയോഗിച്ചിട്ട് ഇതാ ഇതിൽ കാണുന്നത് പോലെ തന്നെ ഇതേ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ വരച്ചെടുത്ത അതേ ഷേപ്പിൽ തന്നെ സിസർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ടിപ്പിലായിട്ട് ഇതേപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മടക്കിയ പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഫ്ലവറിലെ ഓരോ പെറ്റലിൻ്റെ സെൻറ്ററിലായിട്ടും ലൈൻ പോലെ വന്നിട്ടുണ്ടായിരിക്കും. ആ ലൈനിലൂടെ പേപ്പർ മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്ലവറിൻ്റെ ഒരു ലെയർ മാത്രമാണ് ആയിട്ടുള്ളത്. ഇതേപോലെ 3 ലെയർ കൂടിയിട്ട് നമുക്ക് ചെയ്തെടുക്കണം. അതായത് 4 ഫ്ലവേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്കുള്ള സ്റ്റെമ്മ് കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ കളർ ഒരു കെമി പേപ്പർ എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കാം. പേപ്പർ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിക്ക് മാറ്റി പേപ്പറിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ഒരു സ്റ്റെമ്മിലേക്ക് നമ്മൾ ചെയ്തെടുത്ത ഫ്ലവറിൻ്റെ ഓരോ ലെയറായിട്ട് ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. അതിനായിട്ട് യെല്ലോ കളർ ഒരു കെമി പേപ്പർ എടുക്കുക. അതിൻ്റെയും അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സിസർ ഉപയോഗിച്ചിട്ട് അതേപോലെ ചേർത്ത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അതേപോലെ ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ എൻഡ് പോർഷൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുത്ത ഈ ഒരു ഫ്ലവേഴ്സ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കാട്ടോ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.